സ്റ്റാർട്ടപ്പിൽ കോൺസെൻട്രേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അഗൈൻ ഐ എം ആസ്കിങ്, ഈ CAയുടെ റോൾ എന്താണ് ഒരു സ്റ്റാർട്ടപ്പ് ഐഡിയ വരുമ്പോൾ അതിൻ്റെ ആ ഒരു ഫസ്റ്റ് സ്റ്റേജ് തൊട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നിടം വരെയുള്ള ഒരു CAയുടെ റോൾ എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് CAയുടെ റോളിന്റെ മൊത്തത്തിലുള്ള ഒരു ക്ലാരിറ്റി തന്നെ കൊടുക്കുന്നതായിരിക്കും നല്ലതെന്ന്. ആൾക്കാർ CAനെ കാണുന്നത് മെയിൻലി ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യുന്നു അല്ലെങ്കിൽ ഓഡിറ്റ് ചെയ്യുക, ഈ ഒരു കപ്പാസിറ്റിയിലാണ് മോസ്റ്റ്ലി കാണുന്നത്. ബട്ട് ദർ ആർ തിങ്സ് വിച്ച് എ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ക്യാൻ ഡു ബിയോണ്ട് ദാറ്റ്. ഇപ്പം നമ്മളൊരു കമ്പനിയുടെ ഇൻകോർപ്പറേഷനും കാര്യങ്ങളും ഒരു ചാർട്ടേഡ് അക്കൗണ്ട് ചെയ്യാൻ പറ്റും. ബട്ട് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് വരികയാണെങ്കിൽ ദേ നീഡ് ടു ഹാവ് എ പ്രോപ്പർ ബിസിനസ് പ്ലാൻ, ലൈക്ക് ഹൗ ദേ ആർ ഗോയിങ് ടു ഓപ്പറേറ്റ്. ഏത് പോയിന്റിലാണ് അവർ ആൾക്കാരെ ഹയർ ചെയ്യാൻ പോകുന്നത്, ഇന്ന പോയിന്റിൽ ഞാൻ ആൾക്കാരെ ഹയർ ചെയ്യുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ എനിക്ക് എത്ര സാലറി കൊടുക്കേണ്ടി വരും, ഇത്ര സാലറി കൊടുക്കേണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന റവന്യൂ ആകെ 1 lakh ആണ്, 10 ലക്ഷം സാലറി കൊടുക്കണം, സോ എന്റെ ഗ്യാപ്പ് എന്ന് പറയുന്നത് 9 lakh ആണ്. അപ്പം ഐ നീഡ് എൻ ഇൻവെസ്റ്റ്മെന്റ് ഫോർ ദിസ് 9 lakh. അപ്പൊ ഇങ്ങനെയുള്ള ഡിസിഷൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് പ്രോപ്പർലി എക്സലിൽ നമ്പേഴ്സ് ആക്കി ഇട്ട് ഇതിന്റെ വർക്കിംഗ്സ് ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് പലപ്പോഴും ഫൗണ്ടേഴ്സ് ഒരു വേഗ് വർക്കിംഗ്സ് ആണ് എടുക്കുന്നുണ്ടാവുക. ബട്ട് ഇഫ് യു സിറ്റ് വിത്ത് എ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആൻഡ് ടെൽ യുവർ കൺസേൺസ്, എനിക്ക് വേണ്ടത് ഇതാണ്, അതിന് കണക്കായിട്ട് എന്താണ് ഒരു ചാർട്ടേഡ് അക്കൗണ്ട് ഇരുന്നിട്ട് ദേ ക്യാൻ ഹെൽപ്പ് യു വിത്ത് ദീസ് നമ്പേഴ്സ്. ഒരു ഫുൾ പ്രൂഫ് ആയിട്ടുള്ള ഒരു ബിസിനസ്, ഫുൾ പ്രൂഫ് എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി അവിടെ ഇതുണ്ടാവും, അൺസർട്ടനിറ്റീസിന്റെ റൂം ഉണ്ട്. ബട്ട് സ്റ്റിൽ നമുക്കൊരു നല്ല ക്ലാരിറ്റിയിൽ കുറച്ചുകൂടെ ബിസിനസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ബിസിനസ് പ്ലാൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ അഗെയിൻ ഗോയിങ് ടു ദി ഇൻവെസ്റ്റ്മെന്റ് പാർട്ട്, നമ്മൾ എത്ര ഫണ്ട് എടുക്കണം, എത്ര പെർസെന്റേജ് നമുക്ക് ഡയലൂട്ട് ചെയ്യാം, വാട്ട് ഈസ് എ വാല്യുവേഷൻ നമ്മൾ ഓഫർ ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളിലും ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിന് അഡ്വൈസ് കൊടുക്കാൻ പറ്റും. ഇനിയിപ്പം ഫണ്ട് എടുക്കുമ്പോൾ തന്നെ അവിടെ മൾട്ടിപ്പിൾ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, ഇച്ചിരി ടെക്നിക്കലാണ്, ലൈക്ക് ഇക്വിറ്റി ഷെയർസ് ഉണ്ട്, അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്, ഡിബഞ്ചേഴ്സ് ഉണ്ട്, ഇനി കൺവേർട്ടിബിൾ നോട്ട്സ് ഉണ്ട്. അപ്പം ഇങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ഏതാണ് നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റേജിൽ ഈ വരുന്ന ഇൻവെസ്റ്ററുടെ ബെറ്റർ ഏതാണ്, ഇൻവെസ്റ്റർക്കും കൂടെ ബെനിഫിഷ്യൽ ആയിട്ട് ഒരു വിൻ വിൻ ഡീലിൽ ഏതൊരു ഇൻസ്ട്രുമെന്റ് ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടിന് അഡ്വൈസ് ചെയ്യാൻ പറ്റും. അഗെയിൻ ഓഡിറ്റ് ആൻഡ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ചെയ്യാൻ പറ്റും. പ്ലസ് ഈ യൂഷ്വലി ഉള്ള ബുക്ക് കീപ്പിംഗ്, കംപ്ലയൻസ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചെയ്യാൻ പറ്റും.